തെക്കുകിഴക്കൻ ആഫ്രിക്കയിലെ ഒരു മധ്യകാല നഗരത്തിന്റെ ശേഷിപ്പുകളാണ് ഗ്രേറ്റ് സിംബാബ്വെ. മാസിംഗോയിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ദേശീയ സ്മാരകമാണിത്. AD 1100-നും 1450-നും ഇടയിൽ നിർമ്മിച്ച ഈ പ്രദേശം ഏകദേശം 800 ഹെക്ടറിലധികം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. പ്രീ കൊളോണിയൽ ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വിശാലമായ ശിലാഘടനയായ ഗ്രേറ്റ് സിംബാബ്വെ 16-ാം നൂറ്റാണ്ടിലോ 17-ാം നൂറ്റാണ്ടിലോ ഉപേക്ഷിക്കപ്പെട്ടു. ഷോണ ജനതയുടെ വ്യാപാര സാമ്രാജ്യമായിരുന്ന സിംബാബ്വെ രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഗ്രേറ്റ് സിംബാബ്വെ. ഷോണ ഭാഷയിൽ സിംബാബ്വെ എന്നാൽ കല്ലുവീടുകൾ എന്നാണ് അർത്ഥം. ഹിൽ കോംപ്ലക്സ്, ഗ്രേറ്റ് എൻക്ലോഷർ, വാലി കോംപ്ലക്സ് എന്നീ ഘടനാ വിഭാഗങ്ങൾ അടങ്ങിയതാണ് ഗ്രേറ്റ് സിംബാബ്വെ. പ്രദേശത്തെ ഏറ്റവും കുത്തനെയുള്ള കുന്നിൻ മുകളിലുള്ള ഘടനയാണ് ഹിൽ കോംപ്ലക്സ്. സിംബാബ്വെയുടെ ഏറ്റവും പഴക്കമേറിയ ഭാഗം കൂടിയാണിത്. ദിവം അക്രോപോളിസ് എന്നറിയപ്പെട്ടിരുന്ന ഹിൽ കോംപ്ലക്സ് നഗരത്തിന്റെ ആത്മീയവും മതപരവുമായ കേന്ദ്രമായിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു. പ്രകൃതിദത്ത ഗ്രാനൈറ്റ് പാറകളും ചതുരാകൃതിയിലുള്ള ബ്ലോക്കുകളും സംയോജിപ്പിച്ചുകൊണ്ട് ഹിൽ കോംപ്ലക്സിന്റെ നിർമ്മാണം CE 900-ലാണ് ആരംഭിച്ചത് എന്ന് കരുതപ്പെടുന്നു. ഹിൽ കോംപ്ലക്സിന്റെ തെക്ക് ഭാഗത്തായി സബ് സഹാറൽ ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പുരാതന ഘടനയായ ഗ്രേറ്റ് എൻക്ലോഷർ സ്ഥിതി ചെയ്യുന്നു. ഗ്രേറ്റ് എൻക്ലോഷറിന് സമീപം മണ്ണ്, ഇഷ്ടിക എന്നിവ കൊണ്ട് നിർമ്മിച്ച ഡാഗെ എന്നറിയപ്പെടുന്ന വീടുകളുടെ അവശിഷ്ടങ്ങൾ അടങ്ങുന്നതാണ് വാലി കോംപ്ലക്സ്. 10,000 മുതൽ 20,000 വരെ ആളുകൾ ഗ്രേറ്റ് സിംബാബ്വെയിൽ ജീവിച്ചിരുന്നതായി കണക്കാക്കുന്നു. 15-ാം നൂറ്റാണ്ടിൽ ഗ്രേറ്റ് സിംബാബ്വെ വലിയ തോതിൽ ഉപേക്ഷിക്കപ്പെടുകയും നഗരത്തിന്റെ തകർച്ചയോടെ പുരാവസ്തുക്കൾ വൻതോതിൽ കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസ് പര്യവേഷകർ ഗ്രേറ്റ് സിംബാബ്വെ സന്ദർശിച്ചിരുന്നെങ്കിലും 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെയാണ് പുരാവസ്തു ശേഷിപ്പുകളുടെ അസ്തിത്വം സ്ഥിരീകരിക്കുന്നത്. ഇത് ധാരാളം പുരാവസ്തു ഗവേഷണങ്ങൾക്ക് കാരണമായി. 1800-കളുടെ അവസാനത്തിൽ ഈ സ്ഥലം സന്ദർശിച്ച യൂറോപ്യൻ പര്യവേഷകർ ഗ്രേറ്റ് സിംബാബ്വെ സോളമൻ രാജാവിന്റെ ഖനികളുടെ സ്ഥലമായ ഓഫീറിന്റെ നഗരമാണെന്ന് വിശ്വസിച്ചിരുന്നു. തുടർന്ന് 1905-ൽ ഇംഗ്ലീഷ് പുരാവസ്തു ഗവേഷകൻ ഡേവിഡ് റാഡൽ മാക്ലൈവർ പ്രദേശത്തെ അവശിഷ്ടങ്ങൾ മധ്യകാലഘട്ടത്തെ ആഫ്രിക്കൻ ഉത്ഭവങ്ങൾ മാത്രമാണെന്ന് കണ്ടെത്തി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ പക്ഷിരൂപത്തിലുള്ള നിരവധി സോപ്സ്റ്റോൺ പ്രതിമകൾ കണ്ടെത്തുകയും പിൽക്കാലത്ത് ഈ പക്ഷിയെ സിംബാബ്വെയുടെ ദേശീയ ചിഹ്നമായി മാറ്റുകയും ചെയ്തു. തുടർന്ന് ഗ്രേറ്റ് സിംബാബ്വെ ഒരു ദേശീയ സ്മാരകമായി സംരക്ഷിക്കപ്പെടുകയും 1986-ൽ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടുകയും ചെയ്തു.